ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്യാൻഡ് മഷ്റൂം മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 400 ഗ്രാമിൻ്റെ മഷ്റൂം സ്ലൈസസ് ആണ്. പക്ഷേ ഇത് നമ്മൾ ഡ്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു 200 ഗ്രാം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലേക്ക് ഞാനിവിടെ 2 അത്യാവശ്യം വലിയ സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, ചെറിയ തക്കാളിയാണെങ്കിൽ 2 എടുക്കാം. പിന്നെ ഒരു 5 വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയില. പിന്നെ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്, നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. അതുപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, നിങ്ങൾക്ക് അതിന് പകരം ഗരം മസാല എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് എണ്ണ, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും മാത്രം ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഞാനിന്ന് നമ്മുടെ മഷ്റൂം മസാല തയ്യാറാക്കുന്നത്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം. ആ സമയത്ത് നമുക്ക് ഈ മഷ്റൂമിലുള്ള വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് വയ്ക്കാം. സവാള ഒരു 1/4 ഭാഗം വഴുന്നതിലേക്ക് നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ഇട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികൾ മൂത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 3 മിനിറ്റ് ഈ തക്കാളി നന്നായിട്ട് വെന്തുടയുന്നത് വരെ ചെറുതീയിലിട്ടതൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി നന്നായി വെന്തുടഞ്ഞ് കുറുകി വന്ന മസാലയിലേക്ക് നമുക്കിനി ആ സ്ലൈസ്ഡ് ആയിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കാം. ക്യാൻഡ് ആയിട്ടുള്ള മഷ്റൂം തന്നെ വേണമെന്നില്ല. ഈ സമയത്ത് നമുക്ക് സാധാരണ മഷ്റൂം കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് ആ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ക്യാൻഡ് ആയിട്ടുള്ള മഷ്റൂം ആയതുകൊണ്ട് തന്നെ അതിൽ ഉപ്പ് ചേർത്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ വേണ്ടി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു ചെറിയ തീയിലിട്ട് ഒരു 5-6 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇതിനകത്തിപ്പം വെള്ളം ചേർക്കണം നിർബന്ധമില്ല. ഈ മഷ്റൂമിൽ തന്നെ കുറച്ച് വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കാം ചെറുതീയിൽ.
5-6 മിനിറ്റിന് ശേഷം വീണ്ടും അടപ്പ് തുറന്ന് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ മല്ലിയിലയും ഗരം മസാലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒരു 3 മിനിറ്റ് കൂടി ചെറുതീയിൽ തന്നെ അടച്ചു വച്ച് വേവിച്ചെടുക്കാം. ആ മഷ്റൂമൊക്കെ വെന്ത് ആ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ മഷ്റൂം മസാല തയ്യാറാക്കിയെടുക്കാൻ. പക്ഷെ നല്ല കിഡിലൻ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്സുകളൊക്കെ കമൻസിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് പുതിയ പുതിയ റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.